മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. 1 से 9 तक के प्रश्नों के लिए एक एक अंक है. भाग 1 भागम 1. 1 से 9 तक के प्रश्नों के लिए एक एक अंक है. 1 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോരോ മാർക്കാണ്. सूचना. 1 से 6 तक के प्रश्नों में से किन्हीं 4 के उत्तर लिखे. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. प्रथम 3 प्रश्नों के संभावित उत्तर कोष्टक में दिए गए हैं. प्रथम 3 प्रश्नों के संभावित उत्तर ആദ്യത്തെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായത് ഏതാണോ അത് എടുത്തെഴുതിയാൽ മതി. നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലേക്കിൻ മുझे फेंको मत. ലേക്കിൻ മുझे फेंको मत. എന്നാൽ എന്നെ എടുത്ത് എറിയരുത്. കിസ് കവിത കി പങ്ക്തി ഹെ. ഇത് ഏത് കവിതയിലെ വരികളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലേക്കിൻ മുझे फेंको मत കിസ് കവിത കി പങ്ക്തി ഹെ. എന്നാൽ എന്നെ എടുത്തെറിയരുത്, എന്നെ എറിയാൻ പാടില്ല, ഇത് ഏത് കവിതയിൽ നിന്ന് എടുത്തതാണ്. കാം അകാൽ ഔർ ഉസ്കെ ബാദ്. ഘ ടൂട്ടാ पहिया. घ बच्चे काम पर जा रहे हैं. घ हताशा से एक व्यक्ति बैठ गया था. നോക്കൂ. अकाल और उसके बाद टूटा पहिया, बच्चे काम पर जा रहे हैं, हताशा से एक व्यक्ति बैठ गया था. അപ്പം ലേക്കിൻ മുझे फेंको मत എന്നുള്ള വരി എടുത്തിട്ടുള്ളത് ടൂട്ടാ पहिയ എന്ന കവിതയിൽ നിന്നാണ്. ആൻസർ ടൂട്ടാ पहिയ. സെക്കൻഡ്. मोहल्ले की किसी शादी में नीली गा की स्कूल यूनिफॉर्म पहनने कौन आता था. मोहल्ले की किसी शादी में. ആ ഗ്രാമത്തിലുള്ള കല്യാണത്തിന് പോലും കല്യാണ ചടങ്ങിന് പോലും നീലി ഗാക്കി സ്കൂൾ യൂണിഫോം പഹനെ കോൻ ആത്താത. നീല യൂണിഫോം, നീലയും കാക്കി കളറുമുള്ള യൂണിഫോം ധരിച്ചിട്ട് ആരായിരുന്നു വന്നത്? മിഹിർ, മോർപാൽ, രൺവിജയ്, ഭാട്ടീസ. ആരായിരുന്നു? മോർപാൽ. ആൻസർ മോർപാൽ. നെക്സ്റ്റ്. കൈ ദിനോൻ തക്ക് ചൂൽഹ രോയ. ഒരുപാട് ദിവസങ്ങളായിട്ട് അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്. ആട്ടുകല്ലും വളരെ ഉദാസീന ഭാവത്തിലാണ്. ചൂൽഹ ക്യോം രോ രഹാഥ. എന്തിനാണ് അടുപ്പ് കരഞ്ഞിരുന്നത്? അടുപ്പ് കരയാനുള്ള കാരണം എന്തായിരുന്നു? നോക്കൂ. ടെൻഡ് കെ കാരൻ, ബാരിഷ് കെ കാരൻ, അകാൽ കെ കാരൻ, മഹാമാരി കെ കാരൻ. ആൻസർ അകാൽ കെ കാരൻ. ക്ഷാമകാലമായിരുന്നു, അത് കാരണമാണ് അടുപ്പ് കരഞ്ഞുകൊണ്ടിരുന്നത്. नेक्स्ट. पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. पहले मैं ये पैसे बटोरूंगा. ആദ്യം ഞാൻ ഈ പണം എടുത്തു വയ്ക്കട്ടെ, ശേഖരിക്കട്ടെ, എടുത്തു വയ്ക്കട്ടെ. അതിനുശേഷം ഉസ്കെ ബാദ് ഹി ഗാവുങ്ക, അതിനുശേഷം പാടാം. യെ കിസ്നെ കഹ. ഇത് ആരാണ് പറഞ്ഞത്? യെ കിസ്നെ കഹ. ആരാണിത് പറഞ്ഞത്? പഹലെ മേ യെ പൈസ ബട്ടൂരുങ്ക ഉസ്കെ ബാദ് ഹി ഗാവുങ്ക. ആദ്യം ഞാൻ ഈ പണം എടുത്തു വെക്കട്ടെ, അതിനുശേഷം ഞാൻ പാട്ട് പാടാം എന്ന് പറഞ്ഞത് ആരായിരുന്നു? ചാർലി ചാപ്ലിൻ. നെക്സ്റ്റ്. ബേല കെ റിബൺ കാ രംഗ് ബീർ ബഹൂട്ടി കാ രംഗ് ജൈസാ ഥാ. ബേലയുടെ റിബണിൻ്റെ കളറ് ബീർ ബഹൂട്ടിയുടേതുപോലെ ചുവന്നതായിരുന്നു. വോ രംഗ് കോൺസാ ഹെ. ആ നിറം ഏതാണ്? ഏതായിരുന്നു ആ നിറം എന്നാണ് ചോദിച്ചത്. ആൻസർ ലാൽ രംഗ്. ठाकुर के कुएं से पानी लेने कौन चुपके से जाती है. ठाकुर के कुएं से. ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് പാനി ലേനക്കയിലെ വെള്ളമെടുക്കാനായിട്ട് കോൺ ചുബ്കെ സെ ജാത്തി ഹെ. ആരായിരുന്നു വളരെ നിശബ്ദമായിട്ട് ആരും അറിയാതെ ഒരു കള്ളനെ പോലെ പോയിരുന്നത്? ആരായിരുന്നു? ഠാക്കൂർ കെ കുയ്യൻ സെ പാനി ലേനെ കോൺ ചുബ്കെ സെ ജാത്തി ഹെ. ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് ശബ്ദമുണ്ടാക്കാതെ നിശബ്ദമായിട്ട് പോയത് ആരായിരുന്നു? ഗംഗി. ആൻസർ ഗംഗി. നെക്സ്റ്റ്. സൂചന. 7 से 9 तक के प्रश्नों के सही उत्तर कोष्टक से चुनकर लिखे. 7 മുതൽ 9 വരെയുള്ള ചോദ്യത്തിന് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. बूढ़ा मल्लाह गज़ल सुनाता है. इसमें विशेषण शब्द कौन सा है?
ബൂഡാ മല്ലാഹ് ഗസൽ സുനാത്ത ഹെ. ആ വൃദ്ധനായ തോണിക്കാരൻ ഗസൽ കേൾപ്പിച്ചു, ഗസൽ പാടി കേൾപ്പിച്ചു. ഇസ്മേം വിശേഷൺ ശബ്ദ് കോൺസാ ഹെ. ഇതിലുള്ള വിശേഷണ ശബ്ദം ഏതാണ് എന്നാണ് ചോദിച്ചത്. ബൂഡാ മല്ലാഹ് എന്ന വാക്കിലെ വിശേഷണ ശബ്ദ് ഏതാണ്? നോക്കൂ, മല്ലാഹ് ഗസൽ സുനാത്ത ഹെ ബൂഡ. ബൂഡ മല്ലാഹ് എന്നതിലെ വിശേഷണ ശബ്ദം ബൂഡ എന്നാണ്. ബൂഡ. ആൻസർ ബൂഡ. തക്ക്. നെക്സ്റ്റ്, ഗുട്ടലി തോ പരായി ഹെ കിസ് പ്രകാർ കി രചന ഹെ. ഗുട്ടലി തോ പരായി ഹെ എന്നുള്ളത് ഏത് തരത്തിലുള്ള എങ്ങനെയുള്ള രചനയാണ്? കവിത, യാത്രാ വിവരൺ, സംസ്മരൺ, കഹാനി. ഗുട്ടലി തോ പരായി ഹെ എന്നുള്ളത് കഹാനി ആണ്. ഏത് വിഭാഗത്തിൽ വരുന്നു എന്നാണ്? ഗുട്ടലി തോ പരായി ഹെ എന്ന പാഠഭാഗം ഏത് വിഭാഗത്തിൽ വരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗുട്ടലി തോ പരായി ഹെ കഹാനി. നെക്സ്റ്റ്, ഭാഗ് 2. 10 से 12 तक के प्रश्नों के 2 अंक हैं. 10 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതമാണ്. സൂചന, നിമ്നലിഖിത പ്രശ്ന കാ ഉത്തർ ലിഖേ. താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക. ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നെഹി ഢുലാനാ ചാഹിയെ. കാർമേഘത്തെ കണ്ട് കലം കഴുകരുത്. ദുക്കാൻദാറിനെ യെ കിസ്സെ കഹ ക്യോं കഹ. ദുക്കാൻദാർ ഇത് ആരോടാണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്? നോക്കൂ, ബാദൽ കോ ദേഖ് കർ ഗഡെ കോ നെഹി ഢുലാനാ ചാഹിയെ. കാർമേഘത്തെ കണ്ട് കലം കഴുകരുത്. ദുക്കാൻദാറിനെ യെ കിസ്സെ കഹ ക്യോं കഹ. ദുക്കാൻദാർ ഇത് ആരോട് പറഞ്ഞു, എന്തിന് പറഞ്ഞു? ये वाक्य दुकानदार बेला और साहिल से कहा. क्यों कहा? എന്തുകൊണ്ടായിരുന്നു അത് പറഞ്ഞത്? ദുക്കാൻദാറിനെ യെ കിസ്സെ കഹ. കിസ്സെ ആരോട് പറഞ്ഞു? ബേല ഔർ സാഹിൽ സെ കഹ. ക്യോं കഹ എന്തുകൊണ്ട് പറഞ്ഞു? ആ പേനയിലുണ്ടായിരുന്ന മഷി പോലും മഷി എന്ത് ചെയ്തു? സാഹിൽ ആ ഉള്ള മഷി തൂവി കളഞ്ഞിട്ടാണ് പുതിയ മഷി നിറയ്ക്കാനായിട്ട് ചെന്നത്. അപ്പോഴാണ് ദുക്കാൻദാർ സാഹിലിൻ്റെയോട് ഈ കാര്യം പറയുന്നത്. നോക്കാം, സൂചന. 11 से 12 तक के प्रश्नों में से किसी एक का उत्तर लिखे. 11 മുതൽ 12 വരെ ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം എഴുതേണ്ടത്. मुझे वो नहीं जानता था, मेरे हाथ बढ़ाने को जानता था. नीचे की तालिका देखे और लिखे कि मेरे किनका संयुक्त रूप है. നോക്കൂ, മുझे वो नहीं जानता था. എനിക്ക് അവനെ അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഡാനെ കോ ജാൻതാ താ. കൈ നീട്ടിയത് മാത്രമാണ് അറിയുമായിരുന്നത്. നീച്ചേക്ക് താലിക ദേഖെ. താഴെയുള്ള ഈ താലിക പട്ടിക നോക്കാം. ഔർ ലിഖേക്ക് മേരെ കിൻക സംയുക്ത രൂപ് ഹെ. മേരെ എന്നുള്ളത് ഏതിൻ്റെ ചേർന്ന് വരുന്ന രൂപമാണ്? മേര എന്നുള്ളതാണ് ചോദിച്ചത്. മേം പ്ലസ് കെ മേരെ. മേം പ്ലസ് കെ മേരെ, മേം പ്ലസ് കാ മേര, മേം പ്ലസ് की മേരി. നോക്കൂ, മേം പ്ലസ് കെ മേരെ, മേം കെ മേരെ. മേം പ്ലസ് കോ മുझे അല്ലെങ്കിൽ മുझको. നെക്സ്റ്റ്, ബच्चे बहुत छोटे छोटे बच्चे काम पर जा रहे हैं. ബच्चे കുട്ടികൾ, बहुत छोटे छोटे बच्चे വളരെ ചെറിയ കുട്ടികൾ, काम पर जा रहे हैं ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ये पंक्तियाँ किस सामाजिक समस्या को व्यक्त करती है, इस पर आपका विचार लिखें. ये पंक्तियाँ, ഈ വരികൾ ഏത് സാമൂഹിക വ്യവസ്ഥയെ ആണ് സൂചിപ്പിക്കുന്നത്? അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എഴുതുക. ബच्चे बहुत छोटे छोटे बच्चे काम पर जा रहे हैं. കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ये पंक्तियाँ किस सामाजिक समस्या को व्यक्त करती है. ഏത് സാമൂഹ്യ പ്രശ്നത്തെയാണ്? ബാൽശ്രം എന്ന സാമാജിക വ്യവസ്ഥക്കോ ये पंक्तियाँ व्यक्त करती है. ബാൽശ്രം എന്ന ആ സാമൂഹിക അവസ്ഥയെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. आपका विचार लिखिए. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് എഴുതാം. നെക്സ്റ്റ്, 13 से 17 तक के प्रश्नों के 3 अंक हैं. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. സൂചന, 13 से
16 तक के प्रश्नों में से किन्हीं 3 के उत्तर लिखे. 13 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. നോക്കൂ. मैम रथ का टूटा हुआ पहिया हूँ. मैम रथ का टूटा हुआ पहिया हूँ. ഞാൻ രഥത്തിൻ്റെ പൊട്ടിപ്പോയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत. എന്നാൽ നിങ്ങൾ എന്നെ എടുത്ത് എറിയരുത്. टूटा पहिया ऐसा क्यों कहता है. ടൂട്ട പഹിയ ആ പൊട്ടിയ ചക്രം ഏസ ക്യോം कहता है. എന്തുകൊണ്ടാണ് ആ പൊട്ടിയ ചക്രം അങ്ങനെ പറയുന്നത്. मैं रथ का टूटा हुआ पहिया हूँ. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत. എന്നാൽ നിങ്ങൾ എന്നെ എടുത്ത് എറിയരുത്. ടൂട്ട പഹിയ ഏസ ക്യോം कहता है. എന്തുകൊണ്ടാണ് ആ പൊട്ടിയ ചക്രം അങ്ങനെ പറയുന്നത്. നോക്കൂ. हम अन्याय के विरुद्ध लड़ने के लिए छोटी सी छोटी वस्तुओं को भी काम पर आने का प्रयास करना चाहिए. टूटा पहिया इसलिए ऐसा कहते हैं. देखो नेक्स्ट. गंगी अपने पति के लिए रात को पानी लेने निकलती है. ഗംഗി രാത്രിയിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി വെള്ളം എടുക്കാനായിട്ട് പോകുന്നു. संकेतों की सहायता से ठाकुर का कुआं कहानी की गंगी की ചരിത്രഗത വിശേഷതാओं पर टिप्पणी लिखे. ഇവിടെ ഗംഗയുടെ ചരിത്രഗത വിശേഷത കുറിച്ച് ഈ തന്നിരിക്കുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ഗംഗയുടെ സ്വഭാവത്തെക്കുറിച്ച് എഴുതുക. നോക്കാം. ഗംഗി अपने पति के लिए रात को पानी लेने निकलती है. ഗംഗി തൻ്റെ ഭർത്താവിന് വേണ്ടി രാത്രിയിലാണ് വെള്ളമെടുക്കാൻ പോകുന്നത്. संकेतों की सहायता से ठाकुर का कुआं कहानी की गंगी की चरित्रगत विशेषताओं पर टिप्पणी लिखे. नेक्स्ट. सबसे बड़ा शोमैन पाठ के आधार पर सही मिलान करे. सही मिलान करे. सबसे बड़ा शोमैन എന്ന പാഠത്തെ അടിസ്ഥാനമാക്കിയിട്ട് मैच द फॉलोइंग सही मिलान करें. माम की आवाज़. मैनेजर ने चार्ली को दर्शक खुशी से स्टेज पर भेजने का हट किया. तालियां बजाने लगे. फुसफुसाहट में बदल गई. നോക്കൂ. മാം की आवाज़ അമ്മയുടെ ശബ്ദം. മാനേജറിനെ ചാർലിക്കോ മാനേജർ ചാർലിയെ. ദർശക് ഖുഷി കാഴ്ചക്കാർ വളരെ സന്തോഷത്തോടു കൂടെ. സ്റ്റേജ് പർ ബേജിനെ കാ ഹട്ട് കിയ സ്റ്റേജിലേക്ക് അയക്കാൻ വാശി പിടിച്ചു. താലിയാം ബജാനയിലേക്ക് കൈയടിക്കാൻ തുടങ്ങി. ഫുസ് ഫുസാഹട്ട് മേ ബദൽ ഗയി. എന്താണ് ഫുസ് മേ ബദൽ ഗയി എന്ന് വെച്ചാൽ ശബ്ദം ഇടറി പോയി. നോക്കാം. മാം की आवाज़ फुसफुसाहट में बदल गई. मैनेजर चार्ली को स्टेज पर भेजने का हट किया. दर्शक खुशी से तालियां बजाने लगे. അടുത്തത് നോക്കൂ. IM कलाम के बहाने पाठ के आधार पर 3 सही प्रस्ताव चुनकर लिखे. IM कलाम के बहाने എന്ന പാഠത്തെ അടിസ്ഥാനമാക്കിയിട്ട് 3 സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. 3 ശരിയായ പ്രസ്താവനകൾ 3 തിരഞ്ഞെടുത്തിട്ട് എഴുതുക. വളരെ ശ്രദ്ധിക്കുക. നോക്കൂ. നീൽ മാധവ് പാണ്ഡാക്കി ഫിലിം ഹെ IM കലാം. നീൽ മാധവ് പാണ്ഡെയുടെ ഫിലിം ആണ് IM കലാം 1. നെക്സ്റ്റ്. കലാം ഔർ രൺവിജയ് ഫിലിം കെ പാത്ര ഹെ. കലാമും രൺവിജയും ആണ് ഈ ഫിലിമിലെ കഥാപാത്രങ്ങൾ. രൺവിജയ് സ്കൂൾ ജാന പസന്ത് കർത്താ ഹെ. രൺവിജയ് സ്കൂളിൽ പോവാൻ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു. ചോട്ടു ഖുദ് അപ്പന നാം കലാം രഖ് ലേത്താ ഹെ. ചോട്ടു അവൻ്റെ പേര് കലാം എന്ന് അവൻ സ്വയം തന്നെ അവന് പേരിട്ടു. എന്ത്? കലാം എന്ന് പേരിട്ടു. രൺവിജയ് ചായക്ക് ദുക്കാൻ മേ കാം കർത്താ ഹെ. രൺവിജയ് ചായക്കടയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ IM കലാം എന്ന പാഠത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിലുള്ള 3 പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുത്തിട്ട് എഴുതുക. നെക്സ്റ്റ്. സൂചന. നിമ്നലിഖിത പ്രശ്നക്ക ഉത്തർ ലിഖെ. താഴെ കൊടുത്തിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാം. വാക്യ പിരമിഡ് പൂർത്തീകരെ. എന്താണ് വാക്യ പിരമിഡ്? നോക്കൂ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് त्योहार में फूल देई के गीत. ഇനി പിരമിഡ് നോക്കാം. ലോഗ് ഗാത്തെ ഹെ.
ലോഗ് ഗാത്തെ ഹെ, ആളുകൾ പാടുന്നു. ലോഗ് ഗീത് ഗാത്തെ ഹെ, ലോഗ് ഗീത് ഗാത്തെ ഹെ. ലോഗ് त्योहार में गीत गाते हैं, लोग गाते हैं, लोग गीत गाते हैं, लोग त्योहार में गीत गाते हैं. नेक्स्ट, लोग फूलदेई के त्योहार में गीत गाते हैं. फर्स्ट लोग गाते हैं, നെക്സ്റ്റ് അടുത്തത് ലോഗ് ഗീത് ഗാത്തെ ഹെ, പിന്നെ വരുന്നത് ലോഗ് त्योहार में गीत गाते हैं, അടുത്തത് ലോഗ് फूलदेई के त्योहार में गीत गाते हैं. അടുത്ത നോക്കാം. 18 से 22 तक के प्रश्नों के 4 अंक है. 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 മാർക്കാണ്. സൂചന, 18 से 20 तक के प्रश्नों में से किन्हीं 2 के उत्तर लिखे. 18 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ അല്ലെങ്കിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതാം. മിഹിർ और മോർപാൽ സ്കൂൾ के दोस्त थे. മിഹിറും മോർപാലും സ്കൂളിലെ കൂട്ടുകാരായിരുന്നു. മിഹിർ घर से രാജ്മ ചാവൽ ലാത്ത ഹെ, മിഹിർ വീട്ടിൽ നിന്ന് രാജ്മ കൊണ്ടുവരുന്നു. और മോർപാൽ ചാച്ച് കൊണ്ടുവരുന്നു. दोनों गाने की अदला बदली करते हैं. രണ്ടുപേരും അവരുടെ ഭക്ഷണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കഴിച്ചിരുന്നത്. ഈ സമയം മിഹിർ और മോർപാൽ के बीच की बातचीत लिखे. ആ സമയത്ത് അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം എഴുതാം. നെക്സ്റ്റ്, कवि और कविता का परिचय देते हुए इन पंक्तियों का आशय लिखे. കവി ആരാണെന്നും ഏതാണ് കവിത എന്നും പറഞ്ഞിട്ട് ഈ വരികളുടെ ആശയം എഴുതാം. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी बीत पर चिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ये कविता अकाल और उसके बाद कविता है. कविता की 4 पंक्तियां हैं. यह കവി और കവിത का परिचय देते हैं. കവി ആരാണെന്നും കവിത ഏതാണെന്നും പരിചയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, ഈ കവിതയുടെ ആശയം എന്താണെന്നുള്ളത് എഴുതുക. नेक्स्ट, बीर बहूटी कहानी के इस प्रसंग के आधार पर बेला की डायरी लिखे. बीर बहूटी കഥയെ അടിസ്ഥാനമാക്കിയിട്ട് ബേലയുടെ ഡയറി എഴുതുക. साहिल बेला का रिपोर्ट कार्ड देख रहा था और बेला साहिल का. സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് നോക്കിക്കൊണ്ടിരുന്നു, പിന്നെ ബേല സാഹിലിൻ്റെതും. आज आखिरी बारी वे एक दूसरे की कोई चीज़ को छूकर देख रहे थे. അന്ന് അവസാനത്തെ ദിവസമായിരുന്നു. അവർ ഒരാൾ മറ്റൊരാളുടെ ഒരു വസ്തു എടുത്ത് നോക്കുന്ന അവസാനത്തെ ദിവസമായിരുന്നു അത്. ബേലാക്കി ആങ്കോമേ ആൻസു ആ രഹാതെ, ബേലയുടെ കണ്ണുകളിൽ കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. തുമാരി ആങ്കോമേ ആൻസു ക്യോം ആ രഹേ ഹെ ബേല, നിന്റെ കണ്ണുകളിൽ എന്തുകൊണ്ടാണ് കണ്ണുനീര് വരുന്നത്? മുझे क्या पता, അത് എനിക്ക് എങ്ങനെ അറിയാം? ബേലാനെ ഡബ് ഡബായി ആങ്കോ സെ ഹസ്തേ ഹുയെ കഹ, ബേല ഇടറിയ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് ബേലാനെ ഡബ് ഡബായി ആങ്കോ സെ ഹസ്തേ ഹുയെ കഹ, ഇടറിയ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് ബേല പറഞ്ഞു. ഇത് അടിസ്ഥാനമാക്കിയിട്ട് ബേലയുടെ ഡയറിയാണ് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, ഡയറി എഴുതുമ്പോൾ ദിൻ, താരീഖ്. नेक्स्ट, 21 से 22 तक के प्रश्नों में से किसी एक का उत्तर लिखे. 21 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതുക. निम्नलिखित संकेतों के आधार पर राष्ट्रीय बालिका दिवस के लिए पोस्टर तैयार करें. താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗിച്ചിട്ട് ബാലികാ ദിവസ് കെ ലിയെ, ബാലികാ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നോക്കൂ, जनवरी 24 राष्ट्रीय बालिका दिवस. लड़का लड़की में भेदभाव न हो, सब पढ़े सब बढ़े, സമാനത സബ്കാ അധികാർ. എന്താണ് പറഞ്ഞത്?
जनवरी 24 രാഷ്ട്രീയ ബാലികാ ദിവസ്. ജനുവരി 24 രാഷ്ട്രീയ ബാലികാ ദിവസ്. പിന്നെ ലഡ്ക ലഡ്കിമേ ഭേദഭാവ് ന ഹോ, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം വരുന്നില്ല, ഇല്ല. സബ് പഠേ സബ് ബഡേ, എല്ലാവരും പഠിക്കുക, എല്ലാവരും വലുതാവുക. സമാനത സബ്ക അധികാർ ഹെ, സമത്വം എന്നുള്ളത് എല്ലാവരുടെയും അധികാരമാണ്. ഈ ഹിൻസ് വെച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. മോഹൻ രാകേഷ് ഭോപ്പാൽ താൽ में रात के समय യാത്ര करते हैं. മോഹൻ രാകേഷ് ഭോപ്പാൽ തടാകത്തിൽ രാത്രിയിൽ യാത്ര ചെയ്യാണ്. अपनी सैर के अनुभवों का जिक्र करते हुए वे एक मित्र को पत्र लिखते हैं. ആ യാത്രയിലുള്ള തൻ്റെ അനുഭവങ്ങളെ വെച്ചിട്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തിന് കത്ത് എഴുതുന്നു. സങ്കേതോം കി സഹായതാ സെ പത്ര ലിഖെ, തന്നിരിക്കുന്ന സൂചന വെച്ചിട്ട് ലെറ്റർ അല്ലെങ്കിൽ കത്ത് എഴുതുക. അവിനാഷ് കെ സാത്ത് നാവുമേ സൈർ, സർദി കാ മൗസം, ബൂഡ മല്ലാഹ് അബ്ദുൽ ജബ്ബാർ, ഗാലിബ് കി ഗസലെ സുനിന. ഈ തന്നിരിക്കുന്ന സൂചനകൾ വെച്ചിട്ട് ലെറ്റർ എഴുതുക. ലെറ്റർ എഴുതുമ്പോൾ ഫസ്റ്റിൽ താരിഖ്, ദിൻ താരിഖ്, പ്രിയ മിത്ര എന്ന് വെച്ചിട്ട് തുടങ്ങുക. അത് ലാസ്റ്റ് സേവാമേം എന്ന് കൊടുത്തിട്ട് അഡ്രസ്സ് ഹസ്താക്ഷർ വയ്ക്കാം. देखो 23 से 24 तक के प्रश्नों के 5 अंक है. 23 മുതൽ 24 വരെ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. സൂചന 23 से 24 तक के प्रश्नों में से किसी एक का उत्तर लिखे. 23, 24 ഇതിലേതെങ്കിലും ഒന്നിനാണ് ആൻസർ എഴുതേണ്ടത്. ठाकुर का कुआं कहानी में गंगी और जोकू बात कर रहे हैं. इस प्रसंग के आधार पर पटकथा का एक दृश्य लिखे. എന്താ പറഞ്ഞിട്ടുള്ളത്? ഠാക്കൂർ കാ കുവാം കഹാനി में, ഠാക്കൂർ കാ കുവാം എന്ന കഥയിൽ കഹാനിയിൽ ഗംഗി ഔർ ജോക്കു ബാത്ത് കർ രഹേ, ഗംഗിയും ജോക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസംഗക്കെ ആധാർ പർ, അതിനെ ബേസ് ചെയ്തിട്ട് അടിസ്ഥാനമാക്കിയിട്ട് പട്കഥ കാ ഏക് ദൃശ്യയിലേക്ക്, പട്കഥ തിരക്കഥയുടെ ഒരു ദൃശ്യം എഴുതണം. ഗംഗി ബോലി യേ പാനി കൈസെ പീവോगे, ഗംഗി പറയുന്നു ഈ വെള്ളം എങ്ങനെ കുടിക്കും. ന ജാനെ കോൻ ജാൻവർ മരാ ഹെ, അറിയില്ല ഏത് മൃഗമാണ് അവിടെ വീണ് ചത്തിരിക്കുന്നതെന്ന് അറിയില്ല. കുയേ സെ മേൻ ദൂസര പാനി ലായേ ദേത്തി ഹും, കിണറ്റിൽ നിന്ന് ഞാൻ വേറെ വെള്ളം കൊണ്ടുവരാം. ജോക്കുവിനെ ആശ്ചര്യസെ ഉസ്കി ഓർ ദേക്ക, ജോക്കു വളരെ ആശ്ചര്യത്തോടെ അവൾക്ക് നേരെ നോക്കി. പാനി കഹാസലായേഗി, നീ എവിടെ നിന്ന് വെള്ളം കൊണ്ടുവരും. ഠാക്കൂർ ഓർ സാഹുക്കെ ദോ കുയ്യൻ തോഹെ, ഠാക്കൂറിൻ്റെയും സാഹുവിൻ്റെയും 2 കിണറാണ് ഉള്ളത്. ക്യാ ഏക് ലോട്ട പാനി ഇന്ന ഭർന ദേങ്കെ, ഒരു മൊന്ത വെള്ളം പോലും എടുക്കാൻ അവർ അനുവദിക്കില്ല. ഹാത്ത് പാവ് തുടുവ ആയേഗി ഓർ കുച്ച് ന ഹോക, കൈയും കാലും തല്ലിയൊടിക്കും, അല്ലാതെ വേറൊന്നും ഉണ്ടാവുകയില്ല. ഇത് വെച്ചിട്ട് പടുക്കഥ തിരക്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തിരക്കഥ എഴുതുമ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, അത് നോക്കുക, പഠിക്കുക. തിരക്കഥ എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റിൽ എന്ത് വേണം? ദൃശ്യിക വർണ്ണൻ, ഫസ്റ്റ് ദൃശ്യിക വർണ്ണൻ. എന്നിട്ട് അതിനുശേഷം പിന്നെ പാത്ര, ആയു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 5 കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് എഴുതാം. ലാസ്റ്റ് വാർത്താലാപ്. माम की आवाज़ फटने से बालक चार्ली चैपलिन स्टेज पर गाने को विवश हो गया. वो नाच गाकर लोगों की प्रशंसा का पात्र बन गया. संकेतों की सहायता से इस घटना पर एक रिपोर्ट तैयार करें और शीर्षक दे. നോക്കാം. മാം കി ആവാസ് ഫട്നെ സെ, അമ്മയുടെ ശബ്ദം ഇടറിയത് കാരണം. ചാർലി ചാപ്ലിൻ സ്റ്റേജ് പർ ഗാനെ കോ വിവശ് ഹോ ഗയ, ചാർലി ചാപ്ലിൻ സ്റ്റേജിൽ വന്ന് പാടാൻ നിർബന്ധിതനായി. വോ നാച്ച് ഗാക്കർ ലോഗോം കി പ്രശംസ കാ പാത്ര ബൻ ഗയ, അവൻ നൃത്തം ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്തിട്ട് ആളുകളുടെ ഒരു പ്രശംസയ്ക്ക് അർഹനായി. संकेतों की सहायता से इस घटना पर एक रिपोर्ट तैयार करें. സൂചന അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു रिपोर्ट तैयाराക്കുക. माम हेन्ना चैपलिन की आवाज़ का फट जाना, बालक चार्ली चैपलिन को स्टेज पर भेजना, चार्ली के गीत, नृत्य और अभिनय, लोगों का अभिनंदन.
എന്തൊക്കെയാണ് പറഞ്ഞത്? മാം ഹെന്ന ചാപ്ലിൻ കി ആവാസ് കാ ഫട്ട് ജാന. എന്താണ്? അമ്മയുടെ ശബ്ദം ഇടറിപ്പോകുന്നു. ബാലക് ചാർലി ചാപ്ലിൻ കോ സ്റ്റേജ് പർ ഭേജന. ബാലനായ ചാർലി ചാപ്ലിനെ സ്റ്റേജിലേക്ക് അയക്കുന്നു. ചാർലിക്ക് ഗീത് നൃത്തി അവർ അഭിനയ. ചാർലി പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, അഭിനയിക്കുന്നു. ലോകോങ്ക അഭിനന്ദൻ. ആളുകൾ അഭിനന്ദിക്കുന്നു. ഇത് വെച്ചിട്ട് ഒരു റിപ്പോർട്ട് എഴുതാം.